ഹലോ. ഗോൾഡൻ ഗാർഡേനിയ, 3 നിറങ്ങൾ, ഒരൊറ്റ പൂവ്, അതിമനോഹരമായ സുഗന്ധം. അതെ, ഈ വീഡിയോ കാണുന്ന നിങ്ങളോടൊരു ചോദ്യം ആദ്യം തന്നെ ചോദിക്കട്ടെ. എന്താണെന്നറിയോ? ഒറ്റ ചെടിയിൽ ഒറ്റ പൂവിന് 3 നിറങ്ങൾ മാറി മാറി കാണാൻ പറ്റുമോ? അപ്പോൾ ആദ്യമായിട്ട് വിരിയുമ്പോൾ തേണ്ടേ പാൽ വെളുത്ത നിറമാണ്. അടുത്ത ദിവസം സൂര്യപ്രകാശം പോലെ ലെമൺ യെല്ലോയാണ് ഇതിൻ്റെ നിറം. പിന്നെ പതുക്കെ പതുക്കെ ഓറഞ്ച് നിറത്തിലേക്ക് മാറുന്നൊരു പൂവ്. ഇതൊരു മാജിക് അല്ല കേട്ടോ. ഇതാണ് ഗോൾഡൻ ഗാർഡേനിയ. അതെ, നമസ്കാരം, ഞാൻ ഡ്രീംസ്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പൂക്കളെ സ്നേഹിക്കുന്നവരുടെ ഹൃദയം കീഴടക്കുന്ന ഒരു അതിമനോഹരമായ ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ. അതെ, ഗോൾഡൻ ഗാർഡേനിയ. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? നമുക്കൊന്ന് നോക്കിയാലോ. അതെ, ഈ ചെടിയെ ഒരിക്കൽ കണ്ടാൽ പിന്നെ നമുക്ക് മറക്കാനേ പറ്റില്ല എന്നുള്ളതാണ്. അത് കാരണം എന്താണെന്നറിയാവോ? ഒരു പൂവിന് 3 നിറങ്ങൾ, അപാരമായ സുഗന്ധം. എന്താ പറയുക, നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നത് ഫ്ലവർ ലവേഴ്സിൻ്റെ ഡ്രീം പ്ലാന്റ്. അതെ, അതാണ് നമ്മുടെ ഗോൾഡൻ ഗാർഡേനിയ. നിറം മാറുന്ന അത്ഭുതം എന്ന് പറയാം. അതെ, ഗോൾഡൻ ഗാർഡേനിയയുടെ ഏറ്റവും പ്രധാന ഹൈലൈറ്റും ഈ നിറം മാറ്റൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു ദിവസം കഴിഞ്ഞാലുണ്ടല്ലോ, പൂവ് വിരിയുമ്പോഴുണ്ടല്ലോ, ഒരു സ്നോ വൈറ്റ് കളറാണ്. ഒരു ദിവസം കഴിഞ്ഞാലുണ്ടല്ലോ, അതൊരു സോഫ്റ്റ് ലെമൺ യെല്ലോ കളറാണ്. അടുത്ത ഘട്ടത്തിലുണ്ടല്ലോ, റിച്ച് ഓറഞ്ച് ഷെയ്ഡാണ്. അതെ, ഇത് നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? പൂവിൻ്റെ പ്രായം കൂടുന്നതിനനുസരിച്ചാണ് കേട്ടോ. അതിനാൽ തന്നെ ഒരേ ചെടിയിൽ തന്നെ നമുക്ക് വെളുപ്പ്, മഞ്ഞ, ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ ഒരുമിച്ച് കാണാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് ഇതൊരു ലിവിങ് കളർ ഷോ ആണെന്നുള്ളത്. അതെ, കറക്റ്റായിട്ടൊരു ലിവിങ് കളർ ഷോ തന്നെയാണ്. ഇതിനടുത്ത് പോയി നിന്നുള്ള അത്ര മനോഹരമാണ് ഇതിൻ്റെ കാഴ്ച കാണാൻ, അത്ര മനോഹരമാണ് ഇതിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ. ഇതിൻ്റെ സുഗന്ധത്തെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത അനുഭവമാണ് കേട്ടോ. അതെ, ഇതിൻ്റെ ഫ്രാഗ്രൻസ് എന്ന് വെച്ചാൽ ഉണ്ടല്ലോ, നമുക്ക് വാക്കുകളിൽ ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ ഫ്രാഗ്രൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന എപ്പോഴാണെന്നറിയോ? സന്ധ്യ സമയത്ത് ഈ ചെടിയുടെ ചുവട്ടിലോ ഇതിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി നിൽക്കണം. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്തതാണ് കേട്ടോ ഇതിൻ്റെ സുഗന്ധം എന്ന് പറഞ്ഞാൽ. പിന്നെന്താ പറയുക, ഗോൾഡൻ ഗാർഡേനിയ നമ്മുടെ ഈ മോർണിംഗ് ടൈമിൽ നമ്മുടെ ഗാർഡനിലേക്ക് കാല് വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ ഇതിൻ്റെ ഒരു ബ്രീസ്, എന്താ പറയുക, അതിൻ്റെ ആ കാറ്റിൽ വരുന്ന ഇതിൻ്റെ ഒരു മണം, ഇത് ബാൽക്കണിയിൽ വെച്ചാൽ പോലും അത്രയും സുഗന്ധം നമ്മുടെ വീടിനുള്ളിലേക്ക് എത്തും എന്നുള്ളതാണ്. ആ മുഴുവൻ പ്രദേശവും സ്വീറ്റ്, കാമിങ്, എന്താ പറയുക, ലക്ഷറി പെർഫ്യൂം സ്മെല്ല് തരാൻ വേണ്ടി ഈ ഒരൊറ്റ ചെടിക്ക് കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഗോൾഡൻ ഗാർഡേനിയ ഫ്ലവേഴ്സ് പെർഫ്യൂം ഇൻഡസ്ട്രിയിൽ ഉപയോഗിച്ചിരുന്നത്. അതെ, അപ്പോൾ ഗോൾഡൻ ഗാർഡേനിയ വളർത്താൻ ബുദ്ധിമുട്ടുണ്ടോ എന്നൊരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ. പലരും ചോദിക്കുന്നൊരു സംശയമാണ്, ഇത്ര സ്പെഷ്യൽ പ്ലാന്റ് ആയതിനാൽ തന്നെ വളർത്താൻ ബുദ്ധിമുട്ടുണ്ടാവോ? സത്യമായി പറയാം കേട്ടോ, ഇത് മീഡിയം കെയർ പ്ലാന്റ് ആണ്. അതെ, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വളരെ സന്തോഷത്തോടു കൂടി ഇത് വളരും. ഒന്നാമത്തത് ഇതിൻ്റെ ലൈറ്റ് റിക്വയർമെൻ്റ് ആണ് കേട്ടോ. അതെ, ബ്രൈറ്റായിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് ഏറ്റവും നല്ലതെന്ന് പറയാം. മോർണിംഗ് സൺ കിട്ടിയാൽ സൂപ്പറായിരിക്കും. ഇനിയിപ്പോൾ ആഫ്റ്റർനൂൺ സൺ മാക്സിമം കുറവാക്കുന്നതാണ് നല്ലത് കേട്ടോ. മോർണിംഗ് സണ്ണാണ് ഇതിന് ഏറ്റവും നല്ലത്. പിന്നെ ഇതിന് വെള്ളം ഒഴിക്കുന്ന രീതി, മണ്ണ് പൂർണ്ണമായിട്ടും ഉണങ്ങിയ ശേഷം മാത്രം വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. ഓവർ വാട്ടറിങ് ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് എനിമിയാണ്. ഡ്രെയിനേജുള്ള പോട്ടാണ് ഇതിന് ഏറ്റവും നല്ലതായിട്ട് വെക്കാനുള്ളത്. ഇതിൻ്റെ സോയിൽ മിക്സ് ചെയ്യുന്നത് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഗോൾഡൻ ഗാർഡേനിയയ്ക്ക് ലൂസായിട്ടുള്ള, വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള, കുറച്ച് അസിഡിക് ആയിട്ടുള്ള സോയിലാണ് ഇഷ്ടം. അതെ, കൊക്കോപീറ്റും ഗാർഡൻ സോയിലും വെർമി കമ്പോസ്റ്റും മണലും ഒക്കെ കൂടി മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഈ ഒരു ചെടിക്ക് ഏറ്റവും നല്ലത്. ഇതിന് നല്ല റിസൾട്ട് കിട്ടും, നല്ല പൂക്കളും ഉണ്ടാവും ഈ ഒരു സോയിൽ മിക്സിൽ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ. പിന്നെ ഫ്ലവറിങ് വേണമെങ്കിൽ കുറേ കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പോട്ട് നമ്മൾ മറ്റ് ചെടികളെ പോലെ ഇത് പോട്ട് മാറ്റി നിൽക്കരുത് കേട്ടോ. പിന്നെ സഡനായിട്ട് ഇതിൻ്റെ പ്ലേസ് ചേഞ്ച് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക. പിന്നെ ബഡ് സ്റ്റേജിൽ ഇതിന് ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്.
പിന്നെ ഓർഗാനിക് ഫെർട്ടിലൈസറാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. 15 ദിവസത്തിലൊരിക്കൽ കൊടുക്കുക. ഇത് പാലിച്ചാലുണ്ടല്ലോ പൂക്കളിങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു അടിപൊളി പ്ലാന്റാണിത്. അപ്പോൾ ശരിക്കും ഈ ഗോൾഡൻ ഗാർഡേനിയ നമ്മുടെ ബാൽക്കണിയിൽ വെക്കാം, സിറ്റ് ഔട്ടിൽ വെക്കാം, കോർട്ട്യാർഡിൽ വെക്കാം, എന്താ പറയുക, ബ്രൈറ്റായിട്ടുള്ള ഇൻഡോർ സ്പേസിൽ വെക്കാം. എന്ന് വെച്ചാൽ നല്ല വെളിച്ചം കിട്ടുന്ന ഇൻഡോർ പ്ലേസിൽ വെക്കാം, പുറത്ത് വെക്കാം, നമ്മുടെ വീട്ടുമുറ്റത്ത് വെക്കാം. എവിടെയായാലും നല്ല എയർ ഫ്ലോ ഉണ്ടാവണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിന് നോക്കേണ്ടത്. അപ്പോൾ ഗാർഡൻ ലവേഴ്സിനാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ഇമോഷണൽ കണക്റ്റ് കിട്ടുന്ന ഒരു ചെടി കൂടിയിട്ടാണ് കേട്ടോ ഇത്. ഈ ചെടി വെറും ഒരു പ്ലാന്റ് അല്ല, ഒരു എക്സ്പീരിയൻസ് ആണെന്ന് തന്നെ പറയാം. അതെ, മോർണിംഗ് കോഫിക്കൊപ്പം ഈ പൂവിൻ്റെ ഒരു മണം ആസ്വദിക്കാം. അതുപോലെ ഈവനിങ് സ്ട്രെസ്സ് കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുമ്പോൾ ഒരു നാച്ചുറൽ തെറാപ്പിക്കായിട്ട് ഈ ചെടിയുടെ അടുത്ത് പോയിട്ടിരിക്കാം. പൂക്കൾ നിറം മാറുന്നത് കാണുന്നത് ഒരു സൈലൻറ്റ് ഹാപ്പിനെസ് ആണ് അല്ലേ, അത് നമുക്ക് ആവോളം ആസ്വദിക്കാം. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഗോൾഡൻ ഗാർഡനിയെ വളർത്തുന്നവർ അത് ഫാമിലി മെമ്പർ പോലെയാണിത് ഒരു ഹാൻഡിൽ ചെയ്യുന്നത്, കെയർ ചെയ്യുന്നത്. എനിക്കങ്ങനെയാണ് കേട്ടോ. ഇതെൻ്റെ മറ്റെല്ലാ ചെടികളിൽ നിന്നും സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നുന്ന ഒരു ചെടിയാണ് ഈ ഗോൾഡൻ ഗാർഡേനിയ എന്ന് പറയുന്നത്. അതെ, നമുക്ക് ഗോൾഡൻ ഗാർഡേനിയ ഗിഫ്റ്റ് പ്ലാന്റായി കൊടുക്കാൻ പറ്റുമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതെ, ഗിഫ്റ്റായി കൊടുക്കാം, ഉറപ്പായിട്ടും കൊടുക്കുക എന്നുള്ളതാണ്. ഹൗസ് വാമിങ് ഗിഫ്റ്റായിട്ട് കൊടുക്കാം, ആനിവേഴ്സറി ഗിഫ്റ്റായിട്ട് കൊടുക്കാം, പ്ലാന്റ് ലവേഴ്സിന് സ്പെഷ്യൽ സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. ഇത് ഒരു ഗോൾഡൻ ഗാർഡേനിയെ ഗിഫ്റ്റ് ചെയ്താലുണ്ടല്ലോ അത് വർഷങ്ങളോളം നിങ്ങളെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് സത്യം. കാര്യം എന്ന് വെച്ചാൽ അത് ഓരോ പ്രാവശ്യം വിരിയുമ്പോഴും അതിൻ്റെ സുഗന്ധം അത് നിങ്ങളെ ഓർമ്മിപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കൊരൊറ്റ ഉത്തരേ ഉണ്ടാവുള്ളൂ, അത് ഗോൾഡൻ ഗാർഡേനിയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പ്രകൃതിക്ക് ചില അത്ഭുതങ്ങൾ, പ്രകൃതി കുറേ അത്ഭുതങ്ങൾ നമുക്ക് സമ്മാനമായിട്ട് തന്നിട്ടുണ്ടെന്ന് പറയാറില്ലേ. ഗോൾഡൻ ഗാർഡേനിയ എന്ന് വെച്ചാൽ അതുപോലൊരു സമ്മാനമാണെന്ന് പറയാം. 3 നിറങ്ങൾ, ഒരു പൂവ്, അപരിമിതമായ സുഗന്ധം. അതെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? ശരിക്കും ഈ ഗോൾഡൻ ഗാർഡേനിയായ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഗോൾഡൻ ഗാർഡേനിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വിവരങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ പ്ലാന്റ്സിനെ കുറിച്ചും അതിൻ്റെ സ്റ്റോറീസും അതിൻ്റെ ബിസിനസ് ഐഡിയയും ഒക്കെ അറിയണമെന്നുണ്ടോ? ദേ നമ്മുടെ കൂടെ കോഴിക്കോട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഗോൾഡൻ ഗാർഡേനിയെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞാനൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഞാൻ ഗോൾഡൻ ഗാർഡേനിയെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണെന്ന്. അതെ, ഇതിൻ്റെ സുഗന്ധമാണ് എന്നെ അങ്ങോട്ട് മീറ്റ് ചെയ്യിപ്പിച്ചത്. അതെവിടെയാണെന്നറിയോ? നമ്മുടെ കുമാരനാശാൻ സ്മാരകം തോന്നയ്ക്കൽ, അവിടെയായിരുന്നു ഈ ഒരു മരം ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. പക്ഷേ ഇപ്പോൾ അതില്ല, റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് അതെല്ലാം വെട്ടിക്കൂട്ടിക്കളഞ്ഞു. ഇപ്പം വേണ്ടേ നമ്മുടെ റീംസ് ഗാർഡനിലുണ്ട്. നിങ്ങൾക്ക് മേടിക്കേണ്ടവർക്ക് മേടിക്കാം. നമ്മുടെ വെബ്സൈറ്റ് വഴിയും വാട്സപ്പ് വഴിയും ഡയറക്റ്റും ഒക്കെ ഓർഡർ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വേണ്ടേ അടിപൊളിയാണ് നമ്മുടെ ഗോൾഡൻ ഗാർഡേനിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ നിൽക്കി കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.